ആയിരക്കണക്കിന് സ്പൈ ഷോട്ട്സ്, നൂറുകണക്കിന് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസ്, 2018 ആരംഭിച്ച ദീർഘകാലം നീണ്ടു നിൽക്കുന്ന റോഡ് ടെസ്റ്റിംഗ്, ലോഞ്ച് ഡിലേ ആയതുകൊണ്ട് മാത്രം ട്രോളുകളുടെ പെരുമഴ, സെമി കണ്ടക്ടർ ചിപ്പുകൾ കിട്ടാനുള്ള ക്ഷാമം കാരണം പ്രൊഡക്ഷൻ നീട്ടിവെക്കേണ്ടി വരിക, അവതരണം നീട്ടിവെക്കേണ്ടി വരിക, COVID-19 തുടങ്ങിയ ഒട്ടനവധി പ്രതിസന്ധികളെയും കളിയാക്കലുകളെയും കാത്തിരിപ്പുകളെയും എല്ലാം തരണം ചെയ്ത് മഹീന്ദ്ര XUV 700 is here in flesh. ഒരു റിവ്യൂ വീഡിയോയ്ക്ക് ഇത്രയൊക്കെ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2018 തൊട്ട് ഇന്ത്യക്കാർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വലിയ ലോഞ്ചായിരുന്നു മഹീന്ദ്ര XUV 700യുടേത്. ഇത്രയും വർഷം നീണ്ടു നിന്ന കാത്തിരിപ്പായതുകൊണ്ട് തന്നെ ആ കാത്തിരിപ്പ് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊക്കെ കൂടി തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മീറ്റ് mighty muscular Mahindra XUV 700 and welcome back to another video of Petrol on Veins. XUV 700 ഡിസൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് XUV 500 തന്നെയാണ്. 2011 ലോഞ്ച് ചെയ്ത മഹീന്ദ്രയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ പൊന്തുപോലെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മോഡലാണ് XUV 500. ആ വാഹനത്തിൻ്റെ പ്രീഡിസിസർ എന്ന പേരുമായിട്ട് തന്നെയാണ് XUV 700 മഹീന്ദ്ര കൊണ്ടുവരുന്നത്. എന്നാൽ എല്ലാ അർത്ഥത്തിലും XUV 500യേക്കാളും വലിപ്പം കൂടിയൊരു വാഹനമായിരിക്കണം എന്ന നിർബന്ധവും ഉണ്ടായിരുന്നു. മഹീന്ദ്ര XUV 500യുടെ ആ ഒരു പാരമ്പര്യം വിട്ടുപോകാത്ത രീതിയിൽ തന്നെയാണ് പുത്തൻ XUV 700 മഹീന്ദ്ര ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മഹീന്ദ്ര XUV ഫാമിലിയിൽപ്പെട്ടൊരു വാഹനമാണെന്ന്. അതിനുവേണ്ടിയുള്ള എല്ലാ എലമെൻസും മഹീന്ദ്ര ഈ വാഹനത്തിൻ്റെ ഡിസൈനിൽ നിരത്തി വെച്ചിട്ടുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വന്ന മഹീന്ദ്രയുടെ വാഹനങ്ങളെ പറ്റി ഒരു ചെറിയൊരു കുറവ് പലരും പറഞ്ഞിരുന്നു. അതായത് ഡിസൈൻ പ്രപ്പോർഷനേറ്റ് ആയിരുന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നില്ല, ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഫിലോസഫിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. എന്നാൽ XUV 700യുടെ കാര്യത്തിൽ ആരും അധികം അങ്ങനെ പറയരുത് എന്ന് മഹീന്ദ്രയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു കൺവെൻഷണൽ SUV രീതിയിലേക്ക് XUV 700 മാറ്റിയെടുക്കാൻ മഹീന്ദ്ര നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. മുൻഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ XUV 500യേക്കാളും വളരെ ക്ലീൻ ആയിട്ടാണ് 700 മഹീന്ദ്ര ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ വലിയൊരു ഗ്രില്ലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫിനിഷിംഗ് വളരെ മനോഹരമായിട്ടുണ്ട്. ആ ഗ്രില്ലിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് മഹീന്ദ്രയുടെ പുത്തൻ ലോഗോ മഹീന്ദ്ര സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ പുത്തൻ ലോഗോ പേഴ്സണലി എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടുന്നില്ല. കാരണം ഇതെനിക്ക് പഴയ മാരുതി സുസുക്കിയുടെ ലോഗോയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. എന്തൊക്കെയായാലും അത് വിട്ടിട്ട് നമുക്ക് ഡിസൈനിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ആ ഒരു LED DRL ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരം തന്നെ പറഞ്ഞിരിക്കുന്നത് 2 ലൈനുകളാണ് DRL പോയിരിക്കുന്നത്. ഈ 2 ലൈനുകളും ആ ഒരു ഗ്രില്ലിലുള്ള ലൈനുകളോട് മെർജാവുന്ന രീതിയിലാണ് പോയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫുൾ LED ഹെഡ് ലാമ്പ്സ് ആണ് മഹീന്ദ്ര ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ആ ഹെഡ് ലാമ്പിൻ്റെ അകത്തായിട്ട് ചെറിയ ഒരു ടെക്സ്റ്റേഴ്സൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് വാഹനത്തിൻ്റെ പ്രീമിയം ഫീലും അതുപോലെ തന്നെ റഗഡ്നെസ്സും കൂട്ടാൻ നല്ല രീതിയിൽ സഹായിക്കുന്നുമുണ്ട്. പഴയ XUV 500 പോലെ ബമ്പറിൽ വലിയ ഏച്ചുകെട്ടലൊന്നും മഹീന്ദ്ര വരുത്തിയിട്ടില്ല. വളരെ ഷാർപ്പും ക്ലീനുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ചെറിയൊരു ഫോഗ് ലാമ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതും LED ആണ്. വളരെ ചെറിയൊരു സ്കഫ് പ്ലേറ്റ് ബമ്പറിൻ്റെ ലോവർ പോർഷനിലൂടെ പോകുന്നുണ്ട്. മുൻവശത്ത് ഗാംഭീര്യത കൂടുന്ന മറ്റൊരു ഘടകം പറയുന്നത് ആ ഒരു വലിയ ബോണറ്റ് തന്നെയാണ്. അതിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പവർ ബൾജസ് ഒക്കെ മഹീന്ദ്ര നൽകിയിട്ടുമുണ്ട്. മുൻഭാഗത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. അതിനെ മഹീന്ദ്രയുടെ പുത്തൻ ലോഗോയുടെ അടിയിലായിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കണ്ടുപെടുന്നത് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ്. വാഹനത്തിൻ്റെ ലുക്കിനോട് വളരെ മികച്ച രീതിയിൽ തന്നെ ഈ അലോയ് വീൽ ജെല്ലാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ പ്രീമിയം ഫീൽ എടുത്തുയർത്താനും ഇത് സഹായിക്കുന്നുമുണ്ട്. വശങ്ങളിൽ നിന്നുള്ള കാഴ്ചകളിലും നമുക്ക് ആദ്യം ഓർമ്മിക്കപ്പെടുന്നത് ആ ഒരു പഴയ XUV 500 തന്നെയാണ്. എന്നാൽ XUV 500യിലുള്ള വലിയ വീലാർസ് ഡിസൈനൊക്കെ മഹീന്ദ്ര ഒഴിവാക്കി കുറച്ചുകൂടി സിമ്പിളാക്കി മാറ്റിയിട്ടുണ്ട്. SUV ഫീൽ കൂട്ടാനായിട്ട് വളരെ ചെറിയൊരു പ്ലാസ്റ്റിക് ക്ലാഡിങ് വാഹനത്തിൻ്റെ ബോഡിയിലൂടെ പോയിട്ടുമുണ്ട്. വാഹനത്തിൻ്റെ വിങ് മിറേഴ്സിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടറായിട്ടും 360 ക്യാമറയ്ക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം. XUVയുടെ പ്രീമിയം ഫീൽ കൂട്ടുന്നതിനായിട്ട് B പില്ലറിലും C പില്ലറിലും D പില്ലറിലും ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷാണ് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫ്ലോട്ടിംഗ് റൂഫ് എഫക്റ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പ്രീമിയം ഫീൽ വളരെയധികം എടുത്തുയർത്താനും സഹായിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ റൂഫിലായിട്ട് വളരെ ചെറുതായിട്ടുള്ള ഒരു സിൽവർ ഫിനിഷ് കൊടുത്ത റൂഫ് റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ഷാർപ്പ് ഫിൻ ആൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പിൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഷാർപ്പായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് ഡിസൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന രീതിയിലാണ് ടെയിൽ ലാമ്പിലെ LED സ്ട്രിപ്പുകൾ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് അത് കാണാൻ.
പ്രത്യേകിച്ച് രാത്രികളിലും മറ്റും വളരെ മനോഹരമായിരിക്കും ഇവ ഗ്ലോ ചെയ്യുന്നത് കാണാനും എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. റിയർ ഡിസൈൻ ഒരല്പം ബിസി ആയിട്ട് തന്നെ തോന്നി. ഒരുപാട് കട്ട്സും ക്രീസസും റിയറിൽ പോയിട്ടുണ്ട്. അതിലും മഹീന്ദ്രയുടെ ആ ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നതിൻ്റെ താഴെയായിട്ടാണ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ XUV700 ഡിസൈൻ എങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനോഹരം അല്ലെങ്കിൽ അതിമനോഹരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെയധികം റോഡ് പ്രസൻസ് ഉള്ളൊരു വാഹനം തന്നെയാണ് XUV700. നമുക്ക് ഒറ്റ നോട്ടം തന്നെ മനസ്സിലാവുകയും ചെയ്യും. XUV700 റിയർ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ടെയിൽ ഗേറ്റ്. കാരണം ഈ ടെയിൽ ഗേറ്റിനെ പറ്റി കുറേ ന്യൂസുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അതായത് പലരും പറയുന്നുണ്ട് ഇതൊരു പ്ലാസ്റ്റിക് മെയ്ഡ് ടെയിൽ ഗേറ്റ് ആണ്, ചിലർ പറയുന്നു അല്ല ഫൈബർ ഗ്ലാസ് ആണെന്ന്. എന്തൊക്കെയാലും ഫൈബർ ഗ്ലാസ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. അപ്പോൾ പലരും പറയുന്നത് ഇത് തീരെ കട്ടി കുറഞ്ഞ ഒരു ടെയിൽ ഗേറ്റ് ആണ്, ക്വാളിറ്റി വളരെ മോശമായിരിക്കും, അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ ഈ ഒരു ടെയിൽ ഗേറ്റിനെ പറ്റി കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ടെയിൽ ഗേറ്റ് തൊട്ടും മറ്റുമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി തന്നെ ഈ ടെയിൽ ഗേറ്റുകൾക്കുണ്ട്. ആളുകൾ പറയും പോലെ അത്ര പ്ലാസ്റ്റിക് ഫീലുള്ള ടെയിൽ ഗേറ്റ് ഒന്നും അല്ല ഇത്. എക്സ്റ്റീരിയർ ബോഡി മൊത്തം കണ്ട സ്ഥിതിക്ക് നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് നമ്മൾ കയറാൻ പോകുമ്പോഴാണ് അടുത്ത ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്യുന്നത്. അതായത് ഡോർ ഹാൻഡിൽസ് നമ്മൾ അത്ര പെട്ടെന്ന് കണ്ണിപ്പെടാത്ത രീതിയിൽ മനോഹരമായിട്ട് മഹീന്ദ്ര ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ റേഞ്ച് റോവർ വെലാറിലും മറ്റ് ലക്ഷറി കാറുകളിലൊക്കെ കാണുന്ന പോലെ ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് മഹീന്ദ്ര XUV700 പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കാർ അൺലോക്ക് ചെയ്യുമ്പോൾ ഇവ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് പോപ്പപ്പ് ചെയ്ത് വരുന്ന രീതി, അതായത് പുറത്തേക്ക് തള്ളി വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ലുക്ക് വർദ്ധിപ്പിക്കാനും അതിൻ്റെ ഒപ്പം തന്നെ എയറോഡൈനമിക്സ് കൂട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു ഫീച്ചറായി തന്നെ തോന്നി ഈ ഒരു ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ്. സോ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് വാഹനത്തിൻ്റെ ക്യാബിനിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്ന അടുത്ത് ഞെട്ടിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് വെൽക്കം ഫംഗ്ഷനുള്ള പവേർഡ് ഡ്രൈവർ സീറ്റ്സ് ആണ്. നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ ഈ സീറ്റുകൾ പിൻവശത്തേക്ക് നീങ്ങി നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. നമ്മൾ വണ്ടി ലോക്ക് ചെയ്യുമ്പോൾ ഈ സീറ്റുകൾ വീണ്ടും മുന്നോട്ടേക്ക് വന്ന് മാറിയിരിക്കുന്നുമുണ്ട്. ഈ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ വളരെയധികം പ്രീമിയം ആയിട്ടുള്ള ഒരു മേഴ്സിഡസ് വാഹനത്തിൻ്റെ അകത്ത് കയറിയ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി മഹീന്ദ്ര നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും സഹായിക്കുന്നത് ഈ ഒരു വലിയ ടച്ച് സ്ക്രീൻ സിസ്റ്റം തന്നെയാണ്. മേഴ്സിഡസ് ബെൻസിൻ്റെ പുത്തൻ വാഹനങ്ങളായ എസ് ക്ലാസിലും മറ്റൊക്കെ കാണുന്ന പോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ടച്ച് സ്ക്രീനും കൂടെ ഒറ്റ പാനിലാക്കിയ ഒരു പ്രതീതിയാണ് ഈ ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം തോന്നിപ്പിക്കുന്നത്. വാഹനം ഓൺ ചെയ്യുമ്പോൾ ആ സ്പീഡോമീറ്റർ കൺസോളിലെ ഡയൽസൊക്കെ ഇങ്ങനെ ഡിജിറ്റലി വരുന്ന കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്, വളരെ സ്പോർട്ടി ആയിട്ടും തന്നെയുണ്ട്. ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ഫീച്ചേഴ്സും വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്ന ഈ ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം തന്നെയാണ്. ടച്ച് സ്ക്രീൻ സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ഫ്ലൂയിഡിക്കായിട്ട് ഓപ്പറേറ്റ് ആവുന്നവയാണ് ഇതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിൽ ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ അതിമനോഹരം തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ല ഫിനിഷിങ്ങും ക്വാളിറ്റിയൊക്കെ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റത്തിൽ തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർ പ്ലേ, കണക്റ്റഡ് കാർ ടെക്നോളജി തുടങ്ങിയവയൊക്കെ മഹീന്ദ്ര ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സൊമാറ്റോ പോലുള്ള ലോക്കൽ ആപ്പുകളും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വളരെ രസകരമായിട്ട് തോന്നിയ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ക്യാമറ നമ്മൾ പ്രവർത്തിപ്പിച്ചിട്ട് നമുക്ക് അതിൽ നിന്നും വീഡിയോയും ഫോട്ടോസൊക്കെ റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇത് വാഹനത്തിൻ്റെ പിക്ചർ ഗാലറിയിൽ സേവ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അത് വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് കാണാവുന്നതുമാണ്. ഡാഷ്ബോർഡിൻ്റെ ടോപ്പ് പോർഷനിൽ കൂടെ പോകുന്ന ആ ഒരു വലിയ ലെതർ ഫിനിഷിംഗ് തന്നെയാണ് അടുത്ത് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അതിൻ്റെ വൈറ്റ് ഫിനിഷിംഗ് ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അതിൽ സ്റ്റിച്ചിങ്ങുകളും നല്ല ക്വാളിറ്റി വെച്ച് പുലർത്തുന്നുമുണ്ട്. ആ ഒരു വൈറ്റ് ലെതർ പാനലിന് താഴെ കൂടെ ഒരു സിൽവർ ഫിനിഷ് പോയിട്ടുണ്ട്. ഈ സിൽവർ ഫിനിഷുള്ള പാനൽ AC വെൻസിലൂടെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. ഈ AC വെൻസിൻ്റെ ഡിസൈനും മറ്റും ചെറിയ രീതിയിൽ കിയ സെൽറ്റോസുമായിട്ട് സാമ്യം പുലർത്തുന്നുണ്ട്. AC വെൻറ്റുകളുടെ താഴെയായിട്ടാണ് AC കൺട്രോൾസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ക്ലൈമട്രോണിക് AC തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് ഈ വാഹനത്തിൽ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. അതായത് നമ്മൾ XUV300 കണ്ട പോലെ ഡ്രൈവറിനും കോ ഡ്രൈവറിനും വെവ്വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന AC സിസ്റ്റമാണ് ഈ വാഹനത്തിൽ മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ AC കൺട്രോൾസിൻ്റെ താഴെയായിട്ടാണ് മറ്റ് സ്വിച്ചുകളൊക്കെ മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട്. അതും നമ്മൾ ഈ ലക്ഷറി സ്പോർട്സ് കാറിലൊക്കെ കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഒരു വയർലെസ് ചാർജ് സിസ്റ്റം മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റം തന്നെ നമുക്ക് ഈ സ്വിച്ചുകളിലൂടെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുന്നവയാണ്. ഗിയർ ലിവറിലിരിക്കുന്ന ആ ഒരു പാനലിന് ചുറ്റും ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷൊക്കെ നൽകിയിട്ടുണ്ട്. വളരെ പ്രീമിയം ഫീൽ കൂട്ടുന്നതിനായിട്ടാണ് മഹീന്ദ്ര നൽകിയിരിക്കുന്നതെങ്കിൽ കൂടി ഈ പാനൽസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റായിട്ട് മാറുന്നു. ഈ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ റോട്ടറി നോബും മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. ഇത് ഈ ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ കീ സൂക്ഷിക്കുന്നതിനായിട്ടൊരു ചെറിയ കബി ഹോൾസും
അതുപോലെ തന്നെ ഒരു വലിയ ആംറസ്റ്റ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ മുൻവശത്തെ ഡോർ നോക്കുകയാണെങ്കിൽ അത് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ്. കാരണം ആ ഡോറിൽ കൂടെ ഒരു ഫേക്ക് വുഡ് ഫിനിഷിംഗ് മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. എസ് ക്ലാസ് ബെൻസിലൊക്കെ കാണുന്ന പോലുള്ള ഒരു ഫിനിഷിംഗ് ആണ് അവിടെ മഹീന്ദ്ര നൽകാൻ ശ്രമിച്ചിരിക്കുന്നത്. ക്വാളിറ്റി അത്ര ഇല്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ അത്രയും മികച്ച ഒരു മെറ്റീരിയലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കാൻ പാകത്തിലുള്ള രീതിയിലാണ് ഈ പോർഷൻസ് ഒക്കെ മഹീന്ദ്ര ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് നമ്മളെ ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോൾസ് ഒക്കെ നൽകിയിരിക്കുന്നത്. ഈ കൺട്രോളിൻ്റെ തൊട്ടടുത്തായിട്ട് 2 ഫേക്ക് സ്വിച്ചുകൾ മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വാഹനത്തിൽ മഹീന്ദ്ര കൊടുക്കാൻ വിട്ടുപോയ ഫീച്ചറായ വെന്റിലേറ്റഡ് സീറ്റ്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രൊവിഷൻ അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് എന്ന ഫംഗ്ഷനും കൂടെ ഈ വാഹനത്തിൽ മഹീന്ദ്ര ഉൾപ്പെടുത്തിയേക്കാം. മുൻ റോയിൽ നിന്ന് ഇറങ്ങി പിൻ റോയിലേക്ക് കയറുമ്പോൾ, അതായത് സെക്കൻഡ് റോയിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വാഹനത്തിൽ വളരെ വിശാലമായിട്ടുള്ള പാനോറമിക് സൺറൂഫ് മഹീന്ദ്ര നൽകിയിട്ടുണ്ടെന്ന്. മഹീന്ദ്ര അവകാശപ്പെടുന്ന ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ പാനോറമിക് സൺറൂഫാണ് XUV700 അവർ കൊടുത്തിരിക്കുന്നത് എന്നാണ്. എന്തായാലും ഈ പാനോറമിക് സൺറൂഫിൻ്റെ ആ ഒരു വലിപ്പം 3rd റോ വരെ നീളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഏറിയ ആയിട്ടുള്ളൊരു പ്രതീതി ജനിപ്പിക്കാൻ വാഹനത്തിന് സാധിക്കുന്നുമുണ്ട്. അതെന്തൊക്കെയായാലും സഫാരിയിലുള്ളതുപോലെ തന്നെ ഒരു ബോസ് മോഡ് സിസ്റ്റം കൂടെ ഈ വാഹനത്തിൽ മഹീന്ദ്ര ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് പിൻ സീറ്റിൽ ഇരിക്കുന്നവർക്ക് കോ ഡ്രൈവറിൻ്റെ സീറ്റിലുള്ള ഒരു ചെറിയ ലിവർ വഴി മുൻപോട്ടും പിൻപോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ലെഗ് റൂം കൂട്ടാം എന്നത് തന്നെയാണ് ഇതിൻ്റെ ഗുണം. ഈ സീറ്റുകൾ വെന്റിലേറ്റഡ് ഫംഗ്ഷൻ ഉള്ളവ അല്ലെങ്കിൽ കൂടി അതിനേക്കാളും, അല്ലെങ്കിൽ ആ ഒരു വെന്റിലേറ്റഡ് സീറ്റുകൾ കാണുന്നതിനേക്കാളും പ്രീമിയം ഫീൽ ഉള്ള രീതിയിലാണ് സീറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് വെന്റിലേറ്റഡ് സീറ്റ് ഫംഗ്ഷൻ ഉള്ളവയാണോ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. റിയർ പാസഞ്ചേഴ്സിൻ്റെ കൺവീനിയൻസിനായിട്ട് ഒരു റിയർ AC വെന്റ് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂമും നല്ല ഹെഡ് റൂമും തന്നെ XUV700 സെക്കൻഡ് റോയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടോ ഈ സെക്കൻഡ് റോ സീറ്റ്സ് സ്ലൈഡബിൾ അല്ല. ആ ഓപ്ഷൻ എന്തോ ദുരൂഹ കാരണങ്ങൾ കൊണ്ട് മഹീന്ദ്ര ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ 3rd റോയിലേക്ക് കയറി കഴിഞ്ഞാൽ 3rd റോയിലേക്ക് കടക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ്. കാരണം 1 ടച്ച് സിമ്പിൾ മെക്കാനിസമാണ് ഈ സീറ്റുകൾക്ക് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. അതായത് ഒരു ലിവർ വലിച്ചു കഴിഞ്ഞാൽ സീറ്റ് മൊത്തത്തിൽ മടങ്ങി 3rd റോയിൽ ഇരിക്കാൻ പോകുന്ന യാത്രക്കാർക്ക് വഴിയൊരുക്കുന്ന ഒരു ഫീച്ചറാണത്. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ 3rd റോയിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ വളരെ വിശാലം എന്നൊന്നും പറയാനില്ല, എന്നാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് XUV500 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സെഗ്മെന്റിലെ മറ്റ് വാഹനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഫീൽ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് സഫാരി തന്നെയാണ് ഈ സെഗ്മെന്റിലെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള തോട് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് XUV700 വരും. എന്തൊക്കെയായാലും ഹ്യുണ്ടായി അൽക്കസാറിനേക്കാളും ലെഗ് റൂമും ഹെഡ് റൂമും അവിടെ ഉണ്ട്. 3rd റോയിലിരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ കൺവീനിയൻസിനായിട്ട് AC വെൻസും അതിൻ്റെ ഒപ്പം തന്നെ ബ്ലോവർ കൺട്രോൾസും അവിടെ മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. ഈ 3rd റോയുടെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഡിസൈനും വളരെ മികച്ചത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ക്യാബിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ വെളിച്ചം കൊണ്ടുവരാൻ ക്വാർട്ടർ ഗ്ലാസുകൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3rd റോയിൽ ഇരിക്കുന്നവർക്ക് ആ ഒരു കൺജസ്റ്റഡ് ഫീലൊന്നും അധികം ഉണ്ടാവുകയില്ല. XUV700 ഇന്ത്യയിലൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് ലിസ്റ്റാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റുള്ളവരുള്ള ഫീച്ചേഴ്സായ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, റിവേഴ്സ് ക്യാമറ, 360 ഡിഗ്രി ക്യാമറ തുടങ്ങിയവയൊക്കെ മഹീന്ദ്ര XUV700 നൽകിയിട്ടുണ്ട്. അതിനു പുറമെ എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് ആയിട്ട് പറയാവുന്നത് ADAS അഥവാ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം തന്നെയാണ്. അതായത് നിലവിൽ ഡ്രൈവർ അത്രയും അലേർട്ടായിട്ട് ഇരുന്നില്ലെങ്കിൽ കൂടി വാഹനം ഒരു പാനിക് സിറ്റുവേഷനിൽ സ്വയം അത് തിരിച്ചറിഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് നിർത്താനൊക്കെ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ADAS. അതുകൊണ്ട് തന്നെ XUV700 നമ്മൾ MG ആസ്റ്റിൽ കണ്ടുള്ള റഡാറൊക്കെ ഉണ്ട്. നമ്മൾ ഈ സിസ്റ്റം ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ലൈൻ അസിസ്റ്റ് സിസ്റ്റവും ലൈൻ കീപ്പ് സിസ്റ്റം, ലൈൻ ഡിപ്പാച്ചർ സിസ്റ്റം തുടങ്ങിയവയൊക്കെ കൂടെ ഓൺ ആവുകയും ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു ലൈനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ലൈനിൽ നിന്ന് പയ്യെ പുറത്തേക്ക് ഡ്രൈവറിൻ്റെ അശ്രദ്ധ മൂലം പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ വാഹനം അത് സ്വമേധയാ തിരിച്ചറിയുകയും ഡ്രൈവറെ അലേർട്ട് ചെയ്യുകയും ചെയ്യും. ഡ്രൈവർ അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ വാഹനം വീണ്ടും തിരിച്ച് ആ ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ആ ലൈനിലേക്ക് വാഹനത്തിന് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഹനം ഒരു 60 കിലോമീറ്റർ സ്പീഡിലോ അല്ലെങ്കിൽ 80 കിലോമീറ്റർ സ്പീഡിലോ പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ കുറുകെ ചാടുകയാണെങ്കിൽ അല്ലെങ്കിൽ മുൻപേ പോകുന്ന വാഹനം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് XUV700 തിരിച്ചറിയുകയും അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ വാഹനത്തിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും വലിയ ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിലേക്ക് വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തൊക്കെയാലും മഹീന്ദ്ര അത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ മഹീന്ദ്രയ്ക്ക് ഒരു സ്പെഷ്യൽ ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതും ഇതുപോലത്തുള്ള ഫീച്ചേഴ്സൊക്കെ ഇന്ത്യയിൽ തന്നെ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി XUV700 മ്യൂസിക് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ എതിരാളികളെല്ലാവരും തന്നെ ഹാർമൻ, JBL, ബോസ്, ഇൻഫിനിറ്റി തുടങ്ങിയവയൊക്കെ കൊണ്ടുവന്നപ്പോൾ മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത് സോണിയുടെ മ്യൂസിക് സിസ്റ്റമാണ്. അതും ഒരു സറൗണ്ട് 3D തിയേറ്റർ എഫക്റ്റൊക്കെ ജനിപ്പിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് മഹീന്ദ്ര XUV700 നൽകിയിരിക്കുന്നത്.
ഇത്രയും ഫീച്ചേഴ്സൊക്കെ മഹീന്ദ്ര XUV700 നൽകിയെങ്കിലും എതിരാളികളുള്ള ഒരു സിമ്പിൾ ഫീച്ചർ നൽകാൻ മഹീന്ദ്ര വിട്ടുപോയി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓട്ടോ ഡിമ്മിങ് IRVM എന്തുകൊണ്ടോ മഹീന്ദ്ര XUV700 ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം XUV300 പോലും മഹീന്ദ്ര നൽകിയൊരു ഫീച്ചറാണത്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഇത്ര നേരം ചെലവഴിച്ചിട്ട് എനിക്ക് ആ പ്രായം കുറവായിട്ട് തോന്നിയത് ഈ ഒരു ഓട്ടോ ഡിമ്മിങ് IRVMൻ്റെ അഭാവം തന്നെയാണ്. XUV700 ഡിസൈൻ, ഇൻറ്റീരിയർ, ഫീച്ചേഴ്സ്, ക്വാളിറ്റി തുടങ്ങിയവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. 3 എഞ്ചിൻ ഓപ്ഷനാണ് മഹീന്ദ്ര XUV700 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണം നമ്മൾ മുമ്പ് XUV500 കണ്ട ആ സെയിം 2.2 ലിറ്റർ MHOG ഡീസൽ എഞ്ചിനാണ്. ഒരു 152 bhp 360 Nm ടോർക്കാണ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ആ വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. XUV700 ബേസ് ഡീസൽ വേരിയൻസ് എല്ലാം തന്നെ ഈ ഒരു എഞ്ചിൻ കോമ്പിനേഷനിലായിരിക്കും അവൈലബിൾ ആവുന്നത്. അതിൻ്റെ മുകളിൽ വരുന്നത് ഒരു 2.2 ലിറ്റർ MHOG ഡീസൽ എഞ്ചിനാണ്. അത് ന്യൂ ജനറേഷൻ MHOG ഡീസൽ എഞ്ചിനാണ്. ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 182 bhp 420 Nm ടോർക്കുമാണ്. എന്നാൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വരുമ്പോൾ അത് 450 Nm ആയിട്ട് ടോർക്ക് കൂട്ടുന്നുണ്ട്. ഈ എഞ്ചിൻ ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിലും ഒരു 6 സ്പീഡ് ടോർക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ XUV700 ലൈനപ്പിലെ മെയിൻ ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു 2 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ്. എന്തുകൊണ്ടാണ് ഈ എഞ്ചിനെ ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 30 ലക്ഷത്തിന് താഴെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയ എഞ്ചിനാണ് മഹീന്ദ്രയുടെ ഈ M സ്റ്റാലിയൻ പെട്രോൾ എഞ്ചിൻ. 200 bhp ആണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്ക് ഔട്ട്പുട്ട് ആവട്ടെ ഈ സെഗ്മെൻറ്റിലെ മറ്റ് ഡീസൽ വാഹനങ്ങളെക്കാളും കൂടുതലാണ്. 380 Nm ടോർക്കാണ് ഈ പെട്രോൾ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുമ്പോഴാണ് ഈ എഞ്ചിൻ്റെ ക്യാപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനൊരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിലും ഒരു 6 സ്പീഡ് ടോർക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലും അവൈലബിൾ ആണ്. ഈ എഞ്ചിനെ കുറിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും കാലം പലരും പരക്കെ പറഞ്ഞിരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾക്ക് പെട്രോൾ എഞ്ചിൻ അത്ര നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയില്ല, അവർ ഡീസൽ മാനുഫാക്ചേഴ്സ് മാത്രമാണ് എന്നാണ്. മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം മഹീന്ദ്ര പണ്ട് തൊട്ടേ ഒരു ഡീസൽ മാനുഫാക്ചറാണ് എന്ന് ഖ്യാതി നേടിയെടുത്ത ഒരു മാനുഫാക്ചറാണ്. അതുകൊണ്ട് തന്നെ മഹീന്ദ്രയിൽ നിന്നും ഇത്രയും വലിയൊരു പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ റിഫൈൻമെൻറ്റ് എങ്ങനെയായിരിക്കും, പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. കാർ പെട്രോൾ ഓടിച്ച ആരും മഹീന്ദ്രയുടെ പെട്രോൾ എഞ്ചിൻസ് മോശമാണെന്ന് പറയില്ല. എന്നാൽ XUV700 എഞ്ചിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതൊരു മുൻനിര പെട്രോൾ എഞ്ചിനുകളോടും കിടപിടിക്കുന്ന രീതിയിലുള്ള റിഫൈൻമെൻറ്റ് ഈ എഞ്ചിനുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പെട്രോൾ എഞ്ചിൻ ടെക്നോളജികളിലെ ഏറ്റവും മോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എന്ന് പറയാവുന്ന ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് മഹീന്ദ്രയും ഈ എഞ്ചിനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ നിലവിലുള്ളത് 2 ലിറ്റർ ഓട്ടോമാറ്റിക്കാണ്. ഈ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എത്രത്തോളം നിശബ്ദവും റിഫൈൻഡും സ്മൂത്തുമാണ് ഈ എഞ്ചിൻ എന്നാണ്. കാരണം അനാവശ്യമായിട്ടുള്ള നോയ്സ് ഒന്നും തന്നെ ഈ എഞ്ചിൻ പുറപ്പെടുവിക്കുന്നില്ല. വളരെ സൈലൻറ്റും വളരെ സ്മൂത്തുമാണ് എഞ്ചിൻ. വളരെ മികച്ച രീതിയിൽ ആക്സിലറേഷൻ പുറത്തെടുക്കാൻ പ്രാപ്തമായിട്ടുള്ള രീതിയിലാണ് മഹീന്ദ്ര ഈ എഞ്ചിനെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. എഫിഷ്യൻസിയേക്കാളും കൂടുതൽ പെർഫോമൻസിനാണ് മഹീന്ദ്ര ഈ എഞ്ചിൻ കൊണ്ട് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. XUV700 പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1500 RPM തൊട്ട് തന്നെ പവർ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ലാഗ് എന്ന് പറയുന്ന സാധനമേ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്രത്തോളം സ്മൂത്ത് ആയിട്ടാണ് XUV700 എഞ്ചിൻ പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഈ എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ ഏകദേശം ഒരു ധാരണ നൽകാനായിട്ട് ഈ വാഹനത്തിൻ്റെ 0 to 60 0 to 100 ടൈമിന് ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട്. 0 to 60 വെറും 4 സെക്കൻഡ് അടുത്ത് മാത്രമാണ് ടൈം വേണ്ടി വരുന്നത്. ഇനി 0 to 100 നോക്കുകയാണെങ്കിൽ 2 ടണ്ണിനടുത്ത് ഭാരം വരുന്ന ഈ വാഹനത്തിന് ഓൾമോസ്റ്റ് ഒരു 9 സെക്കൻഡ്സ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ 0 to 100 ക്രോസ് ചെയ്യാനായിട്ട്. ഇനി ടോപ്പ് സ്പീഡാണ് നോക്കുന്നതെങ്കിൽ 200 കിലോമീറ്ററിനടുത്താണ് മഹീന്ദ്ര XUV700 ടോപ്പ് സ്പീഡ്. അതും വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഓടിച്ചു വരുന്നത് നമുക്ക് ഫീൽ ചെയ്തത് ലാഗ് എന്ന് പറയുന്ന സാധനമേ ഈ വാഹനത്തിന് ഇല്ല എന്നാണ്. വളരെയധികം ഈസി ആയിട്ടാണ് എൻജിൻ റെവ്സ് കീപ്പ് ചെയ്യുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ്. ഈ ഒരു RPM ബാൻഡിൻ്റെ ഇടയിൽ ഒരിടത്ത് പോലും നമുക്ക് ഫ്ലാറ്റ് സ്പോട്ട്സോ അല്ലെങ്കിൽ പവർ ഇല്ലായ്മയോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ വാഹനം പവർ ഗെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എൻജിൻ്റെ പെർഫോമൻസിൻ്റെ ഒപ്പം തന്നെ എടുത്ത് പറയുന്നതാണ് ഈ ഒരു ഗിയർ ബോക്സിൻ്റെ കൃത്യതയും. ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് മഹീന്ദ്ര XUV700 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആയിട്ടാണ് ഈ ഗിയർ ബോക്സ് പ്രവർത്തിക്കുന്നത്. ഗിയർ മാറുന്നത് നമ്മൾ അറിയുന്നില്ല. വളരെ ബട്ടറി സ്മൂത്ത് ആയിട്ടാണ് ഗിയർ മാറുന്നത്. നമ്മൾ ആ ഒരു സ്പീഡോമീറ്ററിൽ നോക്കുമ്പോഴാണ് ഗിയർ മാറുന്നത് നമ്മൾ അറിയുന്നത് തന്നെ. വാഹനത്തിൻ്റെ പെർഫോമൻസിന് ഏറ്റവും കൂടുതൽ കരുത്ത് വരുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ആ ഒരു സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ വളരെ മനോഹരമായിട്ട് തന്നെ മഹീന്ദ്ര കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫീലും ഫീഡ്ബാക്കും നൽകാൻ XUV700 സ്റ്റിയറിംഗിന് സാധിക്കുന്നുണ്ട്. ലോ സ്പീഡ്സിൽ ഒരു കുഞ്ഞൻ ഹാച്ച് ബാക്ക് ഓടിക്കുന്ന അത്രയും ലാഘവത്തോടെ നമുക്ക് ഈ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് വാഹനത്തിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ കൃത്യത വളരെ മനോഹരമായിട്ട് തന്നെ
കൂടി വാഹനത്തിൻ്റെ ആ ഒരു ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ സ്ഥിരതയൊക്കെ ഉറപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അത്യാവശ്യം കോർണർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയറൊക്കെ തന്നെ മഹീന്ദ്ര XUV700 കാണിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഹാൻഡ്ലിംഗ് ഇത്രയധികം മെച്ചപ്പെടാൻ കാരണം മഹീന്ദ്ര ഈ ഒരു മോണോകോക്ക് പ്ലാറ്റ്ഫോമിനെ മുൻപത്തെ XUV500 വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ മെച്ചപ്പെടുത്തിയെടുത്തത് കൊണ്ടാണ്. ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ടോട്ടലി ഓൾ ന്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, അല്ലാതെ XUV500 പ്ലാറ്റ്ഫോം പുതുക്കിയെടുത്തതൊന്നുമല്ല. മഹീന്ദ്ര അവകാശപ്പെടുന്നത് മുമ്പുണ്ടായിരുന്ന XUV500യേക്കാളും 80% സ്റ്റിഫറായിട്ടാണ് സസ്പെൻഷൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇത് വാഹനത്തിൻ്റെ ഹാൻഡ്ലിങ്ങും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും മെച്ചപ്പെടുത്താൻ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. XUV700 കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മഹീന്ദ്ര യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീലാണ്. ഇതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ വെയിറ്റ് കുറച്ച് നിർത്താനും അതുപോലെ തന്നെ സേഫ്റ്റി കുറയാതെ നോക്കാനും മഹീന്ദ്രയ്ക്ക് ഒരേപോലെ സാധിക്കുന്നുണ്ട്. മഹീന്ദ്ര XUV700 മെക്കാനിക്കൽ ഘടകങ്ങളുടെ കാര്യത്തിൽ അടുത്ത് പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ക്വാളിറ്റിയാണ്. പണ്ടുണ്ടായിരുന്ന മഹീന്ദ്രയുടെ വാഹനങ്ങൾക്ക് ബൗൺസി റൈഡ് കൂടുതലാണ്, അതായത് കുലുക്കം കൂടുതലാണ്, വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് യാത്ര സുഖമായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള പരാതികൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പുത്തൻ വാഹനങ്ങൾ വരുമ്പോൾ മഹീന്ദ്ര അവരുടെ സസ്പെൻഷൻ ട്യൂണിങ്ങിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കാറുണ്ട്. XUV700 കാര്യത്തിലും നമുക്ക് അത്രയും ഫീൽ ചെയ്യുന്നുണ്ട്. വാഹനം മോശമായ റോഡുകളിലൂടെ ഓടിയപ്പോൾ ക്യാബിൻ്റെ ഉള്ളിലേക്ക് ബംസ് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ സസ്പെൻഷൻ അതിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് മഹീന്ദ്ര സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വേഗതയിൽ നമ്മൾ ഒരു വളവ് വീശിയെടുക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഉലച്ചിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ എത്തുന്നുണ്ടെങ്കിൽ കൂടി പണ്ടത്തെ മഹീന്ദ്ര വാഹനങ്ങളുള്ള പോലെ അത്രയും വലിയ ബോഡി റോളൊന്നും പുത്തൻ വാഹനങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എഞ്ചിനും പെർഫോമൻസിനും ഒപ്പം തന്നെ സസ്പെൻഷൻ ക്വാളിറ്റിയിലും റൈഡ് ക്വാളിറ്റിയിലും മഹീന്ദ്ര നല്ല രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് ഈ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ആർക്കാരും മനസ്സിലാവുകയും ചെയ്യും. സോ ഈ ഒരു 2 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത് വരുന്ന ചോദ്യം വാഹനത്തിൻ്റെ മൈലേജിനെ കുറിച്ചിട്ടായിരിക്കും. സിംഗിൾ ഡിജിറ്റ് നമ്പർ തന്നെയായിരിക്കും മൈലേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. 8ഉം 9ഉം ഒക്കെ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ മാനുവൽ വേരിയൻറ്റ് കിട്ടുന്നത്. ഓട്ടോമാറ്റിക്കിനാവട്ടെ അത് 7ഉം 6ഉം ഒക്കെ ആവാം. കാരണം ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 2 ടണ്ണിനടുത്ത് ഭാരം വരുന്ന ഒരു വാഹനത്തിന് അത്രയും വലിയ മൈലേജ് ഒന്നും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ഹൈവേസിൽ റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 10നും 13നും ഇടയിലൊക്കെ നമുക്ക് മൈലേജ് അച്ചീവ് ചെയ്യാൻ സാധിച്ചേക്കും. XUV700 മൈലേജാണ് നിങ്ങൾക്ക് പ്രാധാന്യമെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡീസൽ വേരിയൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഡീസൽ വേരിയൻറ്റുകൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ഒരു മൾട്ടി ഡ്രൈവ് മോഡും മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിപ്പ് സാപ്പ് സൂം എന്നാണ് അവർ ആ മൾട്ടി ഡ്രൈവ് മോഡുകളെ വിശേഷിപ്പിക്കുന്നത്. സിപ്പ് എന്ന് പറയുന്നത് എക്കണോമിക് മോഡും സാപ്പ് എന്ന് പറയുന്നത് സിറ്റി മോഡും സൂം എന്ന് പറയുന്നത് സ്പോർട്സ് മോഡും ആയിട്ടാണ് മഹീന്ദ്ര കണക്കാക്കിയിരിക്കുന്നത്. സോ നമ്മൾ XUV700 സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ, ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ക്രൂസ് കൺട്രോൾ അടക്കം ഈ സെഗ്മെൻറ്റിലെ മറ്റെല്ലാവരുമുള്ള ഫീച്ചേഴ്സൊക്കെ മാൻഡേറ്ററി ആയിട്ട് മഹീന്ദ്ര XUV700 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവയ്ക്ക് പുറമെ നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു ADAS സിസ്റ്റവും സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് മഹീന്ദ്ര ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിനു പുറമെ നമ്മൾ പറയാൻ വിട്ടുപോയ ഏതെങ്കിലും സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ബൂസ്റ്റഡ് ഹെഡ് ലാമ്പ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം മഹീന്ദ്ര ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 80 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 80 കിലോമീറ്റർ സ്പീഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൽ ലൈറ്റുകൾ ഓൺ ആണെങ്കിൽ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഓട്ടോ ബൂസ്റ്റഡ് ഹെഡ് ലാമ്പുകളെ മഹീന്ദ്ര ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ ഈ ഒരു XUV700 ഏറ്റവും ക്ലെവർ ടച്ചായിട്ട് തോന്നിയ ഒരു സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് അലേർട്ട് സിസ്റ്റമാണ്. അതായത് വാഹനം ഓവർ സ്പീഡിൽ ഓടുമ്പോൾ ആ ഒരു അലേർട്ട് വരുന്ന രീതി നമ്മൾ പല പുതുതലമുറ വാഹനങ്ങളിലും കാണാറുണ്ട്. എന്നാൽ XUV700 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വോയിസ് നമുക്ക് വാഹനത്തിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ആ വോയിസിലായിരിക്കും നമുക്ക് അലേർട്ട് വരുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വോയിസിൽ അലേർട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കൂടുതൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും വാഹനം കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. വളരെ ബുദ്ധിപരമായിട്ട് മഹീന്ദ്ര ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിവ്യൂവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് XUV700 പ്രത്യേകതകളും ഫീച്ചേഴ്സും ഗുണങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. XUV700 എന്ന ഈ പ്രോഡക്റ്റിനെ മഹീന്ദ്ര വളരെ അഗ്രസീവായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഒറ്റ വാഹനം കൊണ്ട് മഹീന്ദ്ര 4 സെഗ്മെൻറ്റിലാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതായത് കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലെ ഏറ്റവും പ്രീമിയം ഓഫറിങ്ങുകൾ, കിയ സെൽട്ടോസും ഹ്യുണ്ടായി ക്രെറ്റയും പോലുള്ള എൻട്രി ലെവൽ മിഡ് സൈസ് കോമ്പാക്ട് SUVകളെ, അതിനുശേഷം ഹാരിയർ, ഹെക്ടർ പോലെ വരുന്ന മിഡ് സൈസ് ലക്ഷറി SUVകളെ, അതിനുശേഷം 6 സീറ്റർ അല്ലെങ്കിൽ 7 സീറ്റർ വേരിയൻറ്റിലൊക്കെ വരുന്ന സഫാരി, ഹെക്ടർ പ്ലസ്, അൽക്കസാർ തുടങ്ങിയവയെ, ഇങ്ങനെ 4 സെഗ്മെൻറ്റിനാണ് ഒറ്റയടിക്ക് മഹീന്ദ്ര ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും കാലം കാത്തിരിപ്പ് മോശമായിട്ടില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഫീൽ ദ റഷ് എന്ന രീതിയിലാണ് മഹീന്ദ്ര XUV700 ടാഗ് ലൈൻ നൽകിയിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അത് സത്യമാണെന്ന് തോന്നുന്നു. കാരണം പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഡിസൈനിൻ്റെ കാര്യത്തിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലും ഷോറൂമിലെ തിരക്കിൻ്റെ കാര്യത്തിലും നമുക്ക് ഇതേ റഷ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം 60 മിനിറ്റിന് താഴെ ടൈമിൽ
50,000 യൂണിറ്റുകളുടെ ബുക്കിംഗാണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. ഇത് ഒരു പുതിയ റെക്കോർഡാണ് മഹീന്ദ്ര സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും 2010 XUV500 തുടങ്ങി വെച്ച ആ ഒരു തരംഗം XUV700 അതിൻ്റെ 2 ഇരട്ടിയിൽ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. XUV700 റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. ബട്ട് 7 സീറ്റർ SUV സെഗ്മെന്റിലെ XUV700 യുദ്ധം ഇവിടെ ആരംഭിക്കുന്നു. See you on next video.